തിരുവനന്തപുരത്ത് കടക്കണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലും നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തിയുടെ മകളും തമ്മിൽ നടത്തിയ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ കൃത്യമായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു തിരുമല അനിൽ എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റാരോ പണം കടമെടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഉത്തരവാദിത്വം തിരുമല അനിലിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കം നടന്നെന്ന ആക്ഷേപം നേരത്തെ മുതലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കന്റോൺമെന്റ് പോലീസിന് നേരത്തെ തന്നെ തിരുമല അനിലിൻ്റെ കുടുംബാംഗങ്ങളടക്കം നൽകിയതാണ്. അതിനിടയിലാണ് ഈ നിക്ഷേപകൻ്റെ മകളും തിരുമല അനിലും നടത്തുന്ന ഈ ഫോൺ സംഭാഷണത്തിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അനിൽ വ്യക്തിപരമായി ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നും മറ്റ് ചിലർ ചെയ്ത പ്രവൃത്തിയിൽ അനിൽ സമ്മർദ്ദത്തിലാകുകയായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പറഞ്ഞു കേട്ടാ, ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം, എന്നെ അവിടെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ചു മുന്നേ പോയി, അമ്മയ്ക്ക് കാലുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നപ്പോൾ നാളെ അമ്മയെ എന്തായാലും കൊണ്ടുപോയി എസ്കേപ്പ് പോകണം. ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അച്ഛന് ഒരു 2-3 ദിവസം കൊണ്ട് ഒരു ഇക്കിള് മാറാൻ നിൽക്കുന്നു. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കാണിക്കണമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് CA അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതും കൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ? അപ്പൊ അമ്മ ഒന്ന് CA കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് CA വിളിപ്പിക്കുമല്ലോ. അപ്പൊ അവർക്കത് അതിന്റെ ഒരു ചൂട് വരും. അല്ലാതെ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ ടെൻഷൻ അനുഭവിക്കേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ അച്ഛൻ ഉപയോഗിക്കുന്ന ഡയപ്പർ എന്ത് മീഡിയം സൈസ് ആണോ ലാർജ് ആണോ ഏതാണോ? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. അതിനല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. വേറൊരു കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ച സൈസ് ചോദിച്ചത് ഒന്നും വേണ്ട ചേട്ടാ. മക്കൾ എങ്ങനെ എന്നെ കാണാതെ മക്കളത് അല്ല അങ്ങനെയല്ല ചേട്ടാ. ഡയപ്പർ എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വച്ചിരിക്കുന്നു. അതല്ല മക്കൾ ഏതാണ് മീഡിയം ആണോ? ഇല്ല ചേട്ടാ, ഇല്ല അതൊന്നും വേണ്ട ചേട്ടാ. അങ്ങനെയുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം ഡയപ്പർ സത്യമായിട്ട് എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തേട്ടാ ഓൺലൈൻ വഴി എനിക്കിപ്പോ ഓണ കച്ചവടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ മേടിച്ച് തന്നു. അത് ഞങ്ങൾക്ക് സ്ഥിരം വേണ്ട സാധനമാണല്ലോ. മനസ്സിലായി. ഇതിപ്പോ 5 ഇല്ല മക്കളെ? അല്ല ചേട്ടാ, 10 ഒരു പാക്കറ്റ്. 10 എത്ര രൂപ വരുന്നത് ഓൺലൈൻ? ഓൺലൈൻ മോനാണ് ചേട്ടാ മേടിച്ചത്. കണ്ണചേട്ടനല്ലേ അതൊക്കെ കാശ് കൊടുക്കുന്നേ. അത് ഉള്ളതുകൊണ്ടാണ് ചേട്ടാ സത്യം. എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഡയപ്പർ നല്ല രീതിയിൽ മേടിച്ച് വെച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ അവൻ ആ ഒരു ഓഫർ വന്നപ്പോഴത്തേക്ക് കൊച്ചു വാങ്ങി. ഈ പറഞ്ഞ എനിക്കൊന്നും അതിനെ പറ്റി അറിയില്ല. ഞാൻ തീരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാണ് വാങ്ങുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോൾ അവരിതെല്ലാം നോക്കും, ഓഫറുകൾ എന്തൊക്കെ ഉണ്ടെന്നേ. അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഇപ്പൊ ഒന്ന് മേടിച്ച് വെക്കാമോ, കാരണം വെച്ചാൽ ഇപ്പൊ അതൊരു ഓഫർ കിടക്കുന്ന. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ മക്കളെ വാങ്ങിയിട്ട്. കാരണം അപ്പൊ പിന്നെ ആവശ്യമുള്ള കാര്യമാണല്ലോ. കാരണം ഇപ്പം ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സംഭവവും അണ്ടർപേഡും ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഈ ദേഹത്ത് തുടയ്ക്കുന്നത്. കാരണം അച്ഛൻ ഈ ഡയപ്പറിൽ മോശം പോകുമ്പോഴത്തേക്ക് അത് തുടയ്ക്കാനുള്ള അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത്. അത് മറ്റെന്താണ് പീഡിയാഷുവർ ആണോ എൻഷുവർ ആണോ? അത് പീഡിയാഷുവറില്ല. എന്റെ പേരെന്താ മോളെ? അതിന്റെ പേര് പീഡിയാഷുവർ ഇല്ല ചേട്ടാ, വേറെ ആ പൊടിയുടെ പേര്. ആ ഒരു അല്ല ഡയബറ്റിക് ആണ്. അച്ഛൻ ഡയബറ്റിക് ആണ് ചേട്ടാ. ആ ഒരു ടിന്നിന്റെ വില 1900 രൂപയാ. അതല്ല മോനെ, അതിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയിലുള്ള ഒരു ഇതുണ്ട്. അവിടെ മധുകൊച്ചി വന്നപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുത്തോണ്ട് പോയി.
കൊച്ച് അങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് എന്തൊക്കെ പെൻഡാഷുവർ പെന്റെയോ? പെൻഡാഷുവർ പെന്റാഷുവർ ആ വിത്ത് ഇതാണല്ലേ? ആ അച്ഛൻ ഡയബറ്റിക് അല്ലേ ചേട്ടാ. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഇത് ആ ഇതാണ് പൊടിയാണ് കൊടുക്കുന്നത്. ഇതിപ്പം കുറച്ച് ഒരു ഓഫറിന് വന്നിട്ടുണ്ട്. അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആ ഫ്രീ ആ ആയിട്ട് നമുക്ക് കിട്ടും. ഓ ഓ അതുകൊണ്ടാണ് ഓ ഞാൻ ആ ഡയപ്പറിന്റെ കാര്യം പറയാന്ന് പറഞ്ഞത്. ഡയപ്പർ ഉണ്ട് ചേട്ടാ, സത്യമായിട്ട് 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ചേട്ടൻ വന്ന് നോക്ക്. ഞാൻ വേണമെങ്കിൽ ഇന്ന് ചേട്ടൻ വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഡയപ്പർ മേടിച്ച് വച്ചിരിക്കുന്നു. എന്നിട്ടും മീഡിയം ആണോ? എന്ത് മീഡിയം ചേട്ടാ? ആണോ? മീഡിയം സൈസ് ആണോ? മീഡിയം അല്ലേ ചേട്ടാ, ഡയപ്പർ ഉണ്ട് സത്യമായിട്ട്. അത് വേണ്ടാത്തോണ്ടാണ്. കാരണം വെച്ചാല് മോൻ ഇപ്പൊ ഈ ഇടയ്ക്കാ വാങ്ങിയത്. ഒരു വലിയ ബേസ് ബോർഡ് നിറയെ ഏകദേശം അതിനകത്ത് തന്നെ 12 പാക്കറ്റ് ഇരിക്കുന്നു. അല്ലാതെ ഞാൻ വാങ്ങിയത് 4 എണ്ണത്തിൽ ഒന്നേ മെനിഞ്ഞാന്ന് പൊട്ടിച്ചുള്ളൂ. അതിലും ഇനി 3 എണ്ണം ഇരിക്കുന്നു. അപ്പൊ 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 30 എണ്ണം. പിന്നെ അല്ലാതെ 12 കവർ എക്സ്ട്രാ ഇരിക്കുന്നു. ഈ 12 എണ്ണം എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. ആ ഇല്ല, ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മള് ഞാൻ ഒരു വലിയ പൊങ്ങച്ചം കാണിക്കുന്ന ഒന്നുമല്ല. അതല്ല, നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇടപെടലും ഒരിക്കലും അങ്ങനെ സംസാരവും സത്യം ചെയ്യത്തില്ല ചേട്ടാ. നിന്റെ ആ ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി. ചേട്ടാ ഇതുവരെ ഒരുപാട് കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ചേട്ടൻ കുമാരമാവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ 5 വയസ്സിൽ പുലിനംപുറത്ത് വന്നതാ. ഇന്നേ വരെ എനിക്കറിയാലോ നിന്നെ. ഇന്നേ വരെ ഈ അയൽപക്കത്ത് ഒരു മനുഷ്യരോട്ട് ഞാൻ പിണക്കമെന്ന് പറയുന്ന സംഭവം എന്റെ നിഘണ്ടും ഇല്ല. ഞാൻ എത്ര ചെറുതിലെ കണ്ടു തുടങ്ങിയാണ്. ഒരു ആൾക്കാരോടും എനിക്ക് പിണക്കമെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. എല്ലാ പേരോടും ഞാൻ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് ഇത്രേ ഇതായിട്ട് ഞാൻ ഈ ബാങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതെന്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രം. ശ്രീമാനമാവനും മാമിക്ക് അവിടെ മാമനും മാമിക്ക് നല്ലോണം അറിയാം. കാരണം വെച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു കാരണം വെച്ചാൽ എന്റെ ഫുൾ സപ്പോർട്ട് എന്റെ ആ മക്കളും എന്റെ ഹസ്ബൻഡും ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ കണ്ണഞ്ചേട്ടന് അന്ന് ആ ഒരു ഇത് സംസാരിക്കേണ്ടി വന്ന് കണ്ണഞ്ചേട്ടൻ വന്ന് ഈ കാണുന്ന കണ്ണഞ്ചേട്ടന് അച്ഛനില്ല. 10-16 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടാണ്. അപ്പൊ ആ ഒരു സ്ഥാനം കാണുന്നത് എന്റെ അച്ഛനിലാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ മരുമക്കളിൽ ഉണ്ടാവാറില്ല. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പോലെ 18 വയസ്സിൽ എന്നെ വിവാഹം കഴിച്ചു. ഇവിടെ വന്ന കാലം മുതൽ നമ്മൾ ഒരുമിച്ചാ താമസിക്കുന്നത്. അച്ഛനെ കൊണ്ട് ഇന്ന് വരെ ഒരു മനുഷ്യർക്ക് ഒരു ഉപദ്രവവും ഇല്ല. ഒരു ആൾക്കാരുടെ അടുത്ത് ഒരു മോശമായിട്ട് സംസാരിക്കുകയോ അങ്ങനെയുള്ളൊരു പ്രകൃതമാണ് അച്ഛന്. ഇന്ന് 37 ദിവസം കൊണ്ട് ചേട്ടാ ദിവസവും ഒരു 5 പേരെങ്കിലും എന്റെ അച്ഛനെ കാണാതെ ദിവസവും ആരെങ്കിലും വന്നിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്കും ഈ പറയുന്ന പോലെ ചേട്ടൻ കണ്ടതാണ്. നമ്മൾ ഒരു കാര്യവും ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. അതാണ് ഞാൻ ഇന്ന് സമ്മറി വരെ ഞാൻ ഗിരിചേട്ടൻ്റെ അടുത്ത് കൊടുത്തത്. അത് വായിക്കുമ്പോഴത്തേക്ക് അതിൽ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പം കുറച്ച് മുന്നേ ഈ പറയുന്ന പോലെ രണ്ടുപേരുടെയും വേദനകളെന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ചേട്ടോ, പ്രത്യേകിച്ച് ഒരു അറിയാലോ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛന്മാരോട് ഇച്ചിരി ഒരു ചേട്ടനും അത് മനസ്സിലാവും. സോഫ്റ്റ് കോർണർ കുറച്ച് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ 43 വയസ്സ് തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്റെ അച്ഛനെയും അമ്മയും പിരിഞ്ഞു നിന്നിട്ടില്ല. കണയന്റെ വിവാഹം കഴിച്ചു. കണയന് അറിയാം എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ താമസം തുടങ്ങിയതും ആ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ ഒരു പക്ഷെ എന്റെ വായിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല ആരോടും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാനമാവന്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അനുശേന്റെ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഇപ്പം ഞാൻ ചേട്ടന് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഞാൻ 50,000 രൂപയ്ക്ക് തിരുമല മുത്തൂറ്റിൽ കൊണ്ടുവന്ന് പണയം വെച്ചു. ഒരു മാസം 780 രൂപ പലിശ. ചേട്ടാ ആലോചിച്ച് നോക്കാം. കാരണം വെച്ചാൽ നമുക്ക് കാശിന് കാശ് തന്നെ വേണം. ഈ പറയുന്ന പോലെ അമ്മയ്ക്കാണെങ്കിൽ വേദന കൊണ്ട് അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അമ്മ നാളെ അമ്മയെ കൊണ്ട് കാണിക്കാം, ശനിയാഴ്ച അച്ഛനെ കൊണ്ട് കാണിക്കാം. കാരണം വെച്ചാൽ ഈ പറയുന്ന പോലെ അച്ഛൻ 3-4 ദിവസം കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴത്തേക്കും തിരിച്ച് ഒമിറ്റ് ചെയ്യുന്നു, ഇക്കിള് മാറുന്നില്ല. അപ്പൊ ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആ ഡോക്ടർ പറഞ്ഞു അത് വെച്ചോണ്ട് നിൽക്കില്ലെന്ന്. 3 ദിവസം കൊണ്ട് എനിക്ക് ഫിസിയോതെറാപ്പിയും ചെയ്യാൻ പറ്റുന്നു. ചെയ്തോണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇക്കിള് കൂടി വരുന്നു. ചേട്ടൻ വന്നപ്പോഴത്തേക്കും ആ ഇക്കിള് കണ്ടില്ലേ, ഇങ്ങനെ ഇക്കിള് വെട്ടി അങ്ങനെ നിൽക്കുക. അപ്പൊ കാണിക്കണേന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എനിക്ക് കാശിന് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഞാനും ഇന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ആ. അതാ ഞാൻ ആകെ കൊണ്ടുവന്ന് ഈ ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു 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 തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ, അത് വല്ലാത്തൊരു ഞാൻ സാഹചര്യം. പറഞ്ഞില്ലേ ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം വെച്ചാൽ ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ അതെ ഒറ്റയ്ക്കല്ലല്ലോ. അതെ അത് അമ്മ അതെ നാളെ പോയി CA എടുത്ത് സംസാരിക്കുമ്പോൾ CA വിളിച്ചോളൂ. ചേട്ടൻ അതെ. എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. ഞാൻ പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ എങ്ങും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം ചേട്ടന്റെ ഫാമിലിയും കാര്യങ്ങളും അറിയാം. കാരണം വെച്ചാൽ എന്റെ മോളും ചേട്ടന്റെ മോളും കൂടെ ആ DCA ഒരുമിച്ച് പഠിച്ചേ. മൂത്തവളോ? ആ മൂത്തയാള്. ആ. ആ ഗൗരി 10th കഴിഞ്ഞ് വെക്കേഷനിൽ നിന്നപ്പോഴത്തേക്കാണ് മോള് DCAക്ക് പോയത്. അപ്പോഴത്തേക്ക് എന്നോട് ഗൗരി ഇന്ന് പറഞ്ഞു, അമ്മ ഈ അങ്കിളിന്റെ മോള് എന്റെ കൂടെ DCAക്ക് പഠിച്ചേന്ന് പറഞ്ഞിന്ന്. ആ. ആ മക്കൾ എന്തായാലും അമ്മ രാവിലെ ഒന്ന് CA വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഒന്ന് വിളിപ്പിക്കണം. ഓക്കെ രാവിലെ വിളിക്കാം. ശരിയാക്കാം. ശരി.